ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മെഴ്സറസിൻ്റെ GLE 53 ആണ്. 2022 മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് നമ്മളിതിൻ്റെ സൺറൂഫിൻ്റെ കർട്ടൻ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളത് മാറുന്ന ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വന്നിരിക്കുന്ന കംപ്ലയിൻറ്റും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കർട്ടൻ്റെ സ്വിച്ച് നമ്മൾ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടല്ലോ, ഫുള്ള് മടങ്ങി പോവാണ്. അതേമാതിരി തന്നെ സൺറൂഫും വർക്ക് ചെയ്യുന്നില്ല. സൺറൂഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർട്ടൻ പ്രോപ്പറായിട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയാൽ മാത്രമേ റൂഫിലുള്ള സൺറൂഫ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ കണ്ടല്ലോ, ഈ കർട്ടൻ ഇങ്ങനെ ജാമായി കിടക്കുകയാണ്. അപ്പോൾ ക്ലോസിങ് കറക്റ്റാണ്, പക്ഷേ ഓപ്പണിങ് ആവുന്നില്ല. അത് കണ്ടല്ലോ. അപ്പോൾ ഇത് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്കിതിൻ്റെ റൂഫിലെ ഗ്ലാസ് നമുക്ക് ഇളക്കണം. അപ്പോൾ ഗ്ലാസ് നമുക്ക് ഇതേമാതിരി തന്നെ സിമ്പിളായിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്ക്രൂ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരി വെളിയിലെടുക്കണം. ഈ ഗ്ലാസ് ഊരിയെടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ കർട്ടൻ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകൾ വശത്താണ് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് സ്ക്രൂ 6 സ്ക്രൂ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഗ്ലാസ് വെളിയിലെടുക്കാം. ഈ കർട്ടൻ ഇവിടുന്ന് കണ്ടല്ലോ, ഫുള്ള് ജാമായി കിടക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ ലോക്കും അതേമാതിരി തന്നെ ഒരു സൈഡിൽ ഒരു സ്ക്രൂവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അഴിക്കുന്നതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. ജസ്റ്റ് ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തു വെച്ചത് മാത്രമേ ഞാൻ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതുവഴിയാണ് നമ്മളിത് അഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രൂ ഇടേണ്ട ഒരു പോർഷനൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മൾ പുതുതായിട്ട് ഒറിജിനൽ സാധനം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഞാൻ നേരത്തെ 1-2 വണ്ടിയുടെ കർട്ടൻ മാറുന്ന ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അയക്കേണ്ടത് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് വർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടല്ലോ, കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സൺ ബ്ലൈൻഡ് കൃത്യമായിട്ട് ക്ലോസ് ആയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഗ്ലാസ് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് ഓപ്പൺ ആവുന്നില്ല. അതേമാതിരി തന്നെ സൺ ബ്ലൈൻഡും സ്റ്റക്കായിരുന്നു. അപ്പോൾ ഇതിപ്പം കണ്ടല്ലോ, എല്ലാം തന്നെ വർക്കിങ്ങും ഉണ്ട്, അതേമാതിരി തന്നെ ക്ലോസിങ്ങും പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം എയർ കട്ടിങ് നോയ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം അതേമാതിരി വാട്ടർ ലീക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാനർ ഉപയോഗിച്ച് ഇനീഷ്യലൈസേഷനും കൂടി ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇനീഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്കാവുന്നതും കാണാം. ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേമാതിരി തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം ആവുന്നതും കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.